നാം എത്രയൊക്കെ ദിവസത്തിൽ നിന്ന് അകന്നു പോയാലും നമ്മെ തേടി വരുന്ന ഒരു കഥ. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവിടെ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി ചെയ്ത പല പ്രവൃത്തികളെക്കുറിച്ച് രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവീക പ്രവർത്തികളെ കണ്ടിട്ട് പോലും ഈ ജനം, ഇസ്രായേൽ ജനം, കർത്താവിങ്കിൽ നിന്ന് പലപ്പോഴും അകന്നു പോയിട്ട് ബാൽ വിഗ്രഹങ്ങളെ, അന്യദേവന്മാരെ അവർ ആരാധിക്കുകയും നമസ്കരിക്കുകയും സേവിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയങ്ങളിലൊക്കെ കർത്താവ് ഇവരുടെ മേൽ ചില ന്യായവിധികളെ വരുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് ഓർത്ത് കർത്താവ് അനുതപിക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഞാനത് അവർക്ക് വരുത്തത്തില്ല, ഞാൻ മനുഷ്യനല്ല, ഞാൻ ദൈവമാണ്. ഈ അധ്യായത്തിൽ നമുക്ക് പ്രധാനമായിട്ട് കാണുവാൻ കഴിയുന്ന ചില വിഷയങ്ങളിൽ ഒന്നാണ് കർത്താവിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ മക്കളോടുള്ള ദൈവത്തിൻ്റെ കരുതൽ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അകൃത്യങ്ങൾ ചെയ്ത് പാപം ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുമ്പോഴും നമ്മെ സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട്. ഹല്ലേലൂയ. ഇതിൻ്റെ പ്രാരംഭ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഇസ്രായേൽ പാലിലായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. അവരെ വിളിക്കുന്തോറും അവർ വിട്ടകന്നു പോയി. കർത്താവ് അവരെ വിളിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ അവർ വിട്ടകന്നു പോകുകയാണ്. ബാൽ ബിംബങ്ങൾക്ക് അവർ ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. ഞാൻ എഫ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പല കാര്യങ്ങൾ കർത്താവ് തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്തു. അതിലൊന്ന് എഫ്രൈമിനെ കർത്താവ് നടക്കുവാൻ ശീലിക്കുകയാണ്. ഞാൻ അവരെ എൻ്റെ ഭുജങ്ങളിൽ എടുത്തു. കർത്താവ് ചെയ്യുന്ന അടുത്തൊരു പ്രവൃത്തി എന്ന് വെച്ചാൽ കർത്താവ് ഭുജത്തിൽ എടുക്കുകയാണ്. എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കി എന്നവർ അറിഞ്ഞില്ല. മൂന്നാമത്തെ പ്രവൃത്തി കർത്താവ് അവരെ സൗഖ്യമാക്കുകയാണ്. വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, മനുഷ്യപാശങ്ങൾ കൊണ്ടും സ്നേഹബന്ധങ്ങൾ കൊണ്ടും തന്നെ ഞാൻ അവരെ വലിച്ചു. അവരുടെ താടിയെല്ലിന്മേലുള്ള നുകം നീക്കിക്കളയുന്നവന് പോലെ ഞാൻ അവർക്കായിരുന്നു. ഞാൻ അവർക്ക് തീനിട്ടു കൊടുത്തു. നോക്കിക്കേ, എത്രമാത്രം ദൈവിക പ്രവൃത്തിയാണ് കർത്താവ് തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്യുന്നത്. പക്ഷേ ഈ ജനം ദൈവത്തിങ്കിൽ നിന്ന് അകന്നു പോകുകയാണ്. അവൻ മിസ്രയീം ദേശത്തേക്ക് മടങ്ങിപ്പോകുകയില്ല. എന്നാൽ മടങ്ങി വരുവാൻ അവർക്ക് മനസ്സിലായിക കൊണ്ട് അശൂര്യർ അവന്റെ രാജാവാകും. എന്നിട്ട് കർത്താവ് പറയുക, അവരുടെ ആലോചന നിമിത്തം വാള് അവന്റെ പട്ടണങ്ങളിന്മേൽ വീണ് അവന്റെ ഓടാമ്പുകളെ നശിപ്പിച്ച് കളയും. പ്രൈസ് ലോർഡ്. ഇതൊക്കെ കർത്താവ് വരുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് അത് ഓർത്ത് അനുതപിക്കുകയാണ്. കർത്താവ് പറയുക, എൻ്റെ ജനം എന്നെ വിട്ട് പിന്തിരുവാൻ ഒരുങ്ങിയിരിക്കുന്നു. അവരെ മേളിലോട്ട് വിളിച്ചാലും അവർ നിവർന്നു നിൽക്കുന്നില്ല. എഫ്രൈമേ, ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? ഇസ്രായേലെ, ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? പ്രൈസ് ലോർഡ്. കർത്താവ് വീണ്ടും പറയുകയാണ്, എഫ്രൈമേ, ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? ഇസ്രായേലെ, ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? കർത്താവിന് മനസ്സില്ല. പ്രൈസ് ലോർഡ്. അവരുടെ പ്രവർത്തി നിമിത്തം അവൻ ദൈവീക കരം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടണം, അല്ലെങ്കിൽ ദൈവിക ന്യായവിധി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടണം. മറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ കർത്താവിൻ്റെ സ്നേഹമാണ്. ആ അവസരങ്ങളിലും കർത്താവ് സ്നേഹം കാണിച്ചിട്ട് അവരെ മടക്കി വരുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മറഞ്ഞുകൊള്ളുന്നു, എൻ്റെ അയ്യോഭാവമൊക്കെയും ജ്വലിക്കുന്നു, എൻ്റെ ഉഗ്രകോപം ഞാൻ നടത്തുകയില്ല. നോക്കി, കർത്താവ് അവർ പറയുകയാണ്, ഉഗ്രകോപം ഞാൻ നടത്തത്തില്ല, ഞാൻ എഫ്രൈമിനെ വീണ്ടും നശിപ്പിക്കുകയുമില്ല. ഞാൻ മനുഷ്യനല്ല, ദൈവമത്രേ. നിന്റെ നടപ്പിൽ പരിശുദ്ധൻ തൻ്റെ കർത്താവ് പറയുക, നിന്റെ നടുവിൽ ഞാൻ പരിശുദ്ധനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ മനുഷ്യനല്ല, ഞാൻ ദൈവമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ എങ്ങനെ നിന്നെ വിട്ടുകൊടുക്കും? എഫ്രൈമേ, ഇസ്രായേലെ, ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമെന്നാണ് കർത്താവ് അവിടെ ചോദിക്കുന്നത്. വീണ്ടും കർത്താവ് പറയുക, ഞാൻ ക്രോധത്തോടെ വരികയുമില്ല, സിംഹം പോലെ ഗർജിക്കുന്ന യഹോവയുടെ പിന്നാലെ അവർ നടക്കും. കർത്താവിനൊരു പ്രതീക്ഷയുണ്ട്. ആമേൻ, സ്വന്തം എൻ്റെ പിന്നാലെ, ദൈവത്തിൻ്റെ പിന്നാലെ, യഹോവയുടെ പിന്നാലെ അവർ നടക്കും എന്നൊരു പ്രതീക്ഷ കർത്താവിനുണ്ട്. അവൻ ഗർജിക്കുമ്പോൾ പടിഞ്ഞാറ് നിന്ന് മക്കൾ വിറച്ചും കൊണ്ടുവരും. അവർ മിസ്രൈമിൽ നിന്ന് ഒരു പക്ഷിയെ പോലെ, അശൂർ ദേശത്ത് നിന്ന് ഒരു പ്രാവിനെ പോലെ വിറച്ചും കൊണ്ടുവരും. ഞാൻ അവരെ അവരുടെ വീടുകളിൽ പാർപ്പിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ദൈവത്തിന്റെ മനസ്സിലുമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. എഫ്രൈം കപടം കൊണ്ടും ഇസ്രായേൽ ഗ്രഹം വഞ്ചന കൊണ്ടും എന്നെ ചുറ്റിക്കൊള്ളുന്നു. യഹൂദയും ദൈവത്തോട് വിശ്വസ്തനായ പരിശുദ്ധനോട് ഇന്നും അസ്ഥിരത കാണിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒത്തിരി അകൃത്യങ്ങളുണ്ട്, അവരുടെ ജീവിതത്തിൽ ഒത്തിരി പാപമുണ്ട്. എങ്കിലും കർത്താവ് അവരോട് മനസ്സിൽ നിന്നായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ബാല്യം മുതലേ കർത്താവ് അവരെ സ്നേഹിച്ചു. അടിമ വീടായ മിസ്രൈമിൽ നിന്ന് കർത്താവ് അവരെ പുറപ്പെടുവിച്ചു. അവരെ കർത്താവ് സൗഖ്യമാക്കി. അവർക്ക് വേണ്ടി ഒത്തിരി പ്രവർത്തികൾ കർത്താവ് ചെയ്യുന്നതായിട്ട് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം എത്രയൊക്കെ ദിവസത്തിൽ നിന്ന് അകന്നു പോയാലും നമ്മെ തേടി വരുന്ന ഒരു കർത്താവിന്റെ സ്നേഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അധികമായി ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിലകൊള്ളുവാൻ കർത്താവ് നമ്മിലൂടെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ. നമ്മെ സ്നേഹിക്കുന്ന പിതാവിന്റെ ആ ഇഷ്ടം ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.